ബോറ അത്യാവശ്യം തിരക്കുള്ള ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. അപ്പൊ ബോറയ്ക്ക് വന്ന പാഴ്സല് ബോറയുടെ അച്ഛന്റെ കയ്യിലാണ് കിട്ടുന്നത്. അതിലൊരു മൂവി കാസറ്റും പിന്നൊരു എക്സിബിഷന്റെ ഇൻവിറ്റേഷനാണ് ഉണ്ടായിരുന്നത്. ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതെന്താ സംഭവം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ബോറയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ മൂവി കാസറ്റിന്റെ ഫോട്ടോ എടുത്ത് അച്ഛൻ അയച്ചു കൊടുക്കുമ്പോഴാണ് പല കാര്യങ്ങളും ബോറ ഓർക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ബോറയുടെ സ്കൂൾ കാലഘട്ടമാണ്. യുന്തും ബോറയും ചെറുപ്പം തൊട്ടേ വളരെ അടുത്ത കൂട്ടുകാരാണ്. സ്കൂൾ മുഴുവൻ അവർ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. യുന്തുവിനൊരു ഹാർട്ട് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് സർജറിക്ക് വേണ്ടി പോവാനിരിക്കായിരുന്നു യുന്തു. പക്ഷെ ഈ സമയത്ത് യുന്തു ആരെയോ കണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയ്ക്ക് പോണ്ടാന്ന് പറഞ്ഞ് നിൽക്കാണ് യുന്തു. ആളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും ഇവര് ജോയിൻ ചെയ്യാൻ പോണ ഹൈസ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നതെന്നുള്ളത് യൂണിഫോം കണ്ടപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ ഹ്യുൻജിൻ എന്നൊരു നെയിം ടാഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആൾ ആരാണെന്നുള്ള കാര്യം ചെറുതായിട്ട് പിടികിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് പോണ്ടാന്ന് വാശി പിടിച്ച് നിൽക്കാണ് യുന്തു. പക്ഷെ ആ സമയത്ത് ബോറ ഒരുവിധം യുന്തുവിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. ഫുൾ ഇൻഫർമേഷൻ അവൾക്ക് എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം 1999 മൊബൈൽ ഫോണോ സോഷ്യൽ മീഡിയയോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അങ്ങനെ യുന്തു അമേരിക്കയിലേക്ക് സർജറിക്ക് വേണ്ടി പോയി. ബോറ ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ ഹ്യുൻജിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ തുടങ്ങി. ഇവര് രണ്ടുപേരും വേറെ വേറെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ പറ്റുന്ന സമയത്തെല്ലാം ഹ്യുൻജിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു ബോറ. ഹ്യുൻജിന്റെ ഹൈറ്റ്, ഇഷ്ടമുള്ള ജ്യൂസ്, സ്പോർട്സ്, കാലിന്റെ സൈസ് വരെ ബോറ കംപ്ലീറ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്തെടുക്കുന്നുണ്ട്. എന്തിനാ? യുന്തുവിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഹ്യുൻജിനായിട്ട് എങ്ങനെ അടുക്കും എന്നുള്ളതാണ് അടുത്ത കടമ്പ. അതിനു വേണ്ടിയിട്ട് ഹ്യുൻജിനും വൂൻഹോവും ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ പോണ കാര്യം ബോറ അറിയുന്നുണ്ട്. അതിനെ തുടർന്ന് ബോറയും അതിനുള്ള ഓഡീഷന് പങ്കെടുക്കുന്നു. ബോറ ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് കണ്ടിട്ട് ഹ്യുൻജിൻ ആ ഓഡീഷനിൽ നിന്ന് വിഡ്രോ ചെയ്യണു. ബോറനെ പോലെയുള്ള ആൾക്കാരാണ് മുന്നോട്ട് വരേണ്ടതെന്ന് പറഞ്ഞിട്ട്. പാവം ബോറ, അവളുടെ എല്ലാ പ്ലാനും വെള്ളത്തിലായി. എന്നാലും കുഴപ്പമില്ല, ഹ്യുൻജിന്റെ അടുത്ത ഫ്രണ്ട് ആയിട്ടുള്ള വൂൻഹോ ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനിലൂടെ ഇനി ഹ്യുൻജിനിലേക്ക് എത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബോറ വന്നു. ഹ്യുൻജിൻ അവന്റെ പേജ് നമ്പർ സ്കൂളിൽ വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുവിധം ഏറെക്കുറെ ബോറ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാലും അവസാനത്തെ ഒരു ഡിജിറ്റ് മാത്രം ബോറയ്ക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓരോ നമ്പറും ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ട് അവസാനം ഹ്യുൻജിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ മറ്റേ അറ്റത്ത് ഹ്യുൻജിൻ ആയിരുന്നില്ല, വൂൻഹോ ആയിരുന്നു. വൂൻഹോക്ക് ആണെങ്കിൽ ഇത് ബോറയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ബോറയുടെ അടുത്ത കള്ളിയും വെളിച്ചത്തായി. ഈ കാര്യം പുറത്തു പറയാണ്ടിരിക്കാനായിട്ട് കൈക്കൂലിയായിട്ട് വൂൻഹോ ബോറയുടെ അടുത്ത് ഒരു അഡൽട്ട് മൂവിയുടെ കാസറ്റ് അവളുടെ അച്ഛന്റെ കടയിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരാനാണ് പറയുന്നത്. അവളുടെ ഫാമിലിക്ക് ഒരു കാസറ്റ് കടയാണ് ഉള്ളത്. ബോറ ആ കാസറ്റ് എങ്ങനെയോ സംഘടിപ്പിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കാസറ്റാണ് നമ്മള് സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. ബോറയുടെ ഭാഗ്യദോഷത്തിന് അന്നത്തെ ദിവസം തന്നെ സ്കൂളില് എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബോറയുടെ കയ്യിൽ നിന്ന് ഈ കാസറ്റ് പിടിക്കുന്നു. പണിഷ്മെന്റ് ആയിട്ട് മുട്ടുകുത്തിച്ച് ബോറേനെ പുറത്ത് നിർത്തുന്നുണ്ട്, ഈ കാസറ്റും കയ്യിൽ പൊക്കി പിടിച്ചിട്ട്. ആ സമയത്ത് അതിൽ കൂടെ പോകുന്ന വൂൻഹോ ആ കാസറ്റ് നൈസായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് ഈ ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബോറയും വൂൻഹോവും അത്യാവശ്യം നന്നായിട്ട് കമ്പനി ആവുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബോറ കംപ്ലീറ്റ് ഹ്യുൻജിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണല്ലോ യുന്തുവിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണുന്ന ഹ്യുൻജിൻ വിചാരിക്കുന്നത് ബോറയ്ക്ക് ഹ്യുൻജിനെ ഇഷ്ടാന്നായിരുന്നു. ബോറയ്ക്ക് ഹ്യുൻജിനോട് ഒരു ക്രഷ് ഉണ്ടെന്നാണ് വൂൻഹോയും വിചാരിച്ചിരുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോറ തിരിച്ചറിയുന്നുണ്ട് അവൾക്ക് വൂൻഹോനോട് ഒരു താല്പര്യം ഉണ്ടെന്നുള്ളത്. വൂൻഹോയ്ക്ക് തിരിച്ചും ബോറേനെ ഇഷ്ടമായിരുന്നു. അവർ രണ്ടുപേരും തമ്മിൽ അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹ്യുൻജിനും അക്കാര്യം മനസ്സിലാക്കി പിന്നീട് ബോറേനെ ശല്യം ചെയ്യുന്നില്ല. അങ്ങനെ അവരുടെ സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ബോറയാണെങ്കിൽ അച്ഛന്റെ ഷോപ്പിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ബോറയുടെ അച്ഛന്റെ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം പാർലറിൽ വൂനോയും ജോലിക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അന്നത്തെ രണ്ടുപേരുടെയും വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു വാക്കിന് പോകുന്നുണ്ട്. ആ സമയത്ത് വൂൻഹോ അവന്റെ ഫാമിലിനെ കുറിച്ചൊക്കെ ബോറനോട് സംസാരിക്കുന്നുണ്ട്.
വൂൻഹോ ന്യൂസിലൻഡിലായിരുന്നു ജനിച്ചതും വളർന്നതും ഒക്കെ. അതിനുശേഷം അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയപ്പോൾ വൂൻഹോ അച്ഛന്റെ കൂടെ കൊറിയയിലേക്ക് തിരിച്ചു വന്നു. അനിയൻ അമ്മയുടെ കൂടെ ന്യൂസിലൻഡിൽ തന്നെ നിന്നു. രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. ആ വീക്കെൻഡിൽ ഒരു മൂവിക്ക് പോവാനും അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആദ്യം യൊൻദോനോട് പറയണം എന്നായിരുന്നു ബോറയുടെ ആഗ്രഹം. യൊൻദോൻ ഒരു മെയിൽ അയച്ചിടുന്നുണ്ട് ബോറ. ഒരു ദിവസം ബോറയും ഹ്യുൻജിനും വൂൻഹോന്റെ ഐസ്ക്രീം പാർലറിൽ ഉള്ള സമയത്താണ് യൊൻദു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തുന്നത്. ബോറയും യൊൻദും ഇത്രയധികം പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ്. തിരിച്ചെത്തുമ്പോ ഇത്രയും നാൾ കാണാതിരുന്നതിന്റെ സങ്കടവും തിരിച്ചെത്തിയതിന്റെ സന്തോഷവും എല്ലാം നമുക്ക് രണ്ടുപേരുടെ അടുത്ത് കാണാം. രണ്ടാളും വീട്ടിൽ പോയി കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൊൻദു ഒരു ബോംബ് പൊട്ടിക്കുന്നത്. സത്യത്തില് യൊൻദുവിന് താല്പര്യം ഉണ്ടായിരുന്ന ആള് വൂൻഹോ ആയിരുന്നു, അല്ലാതെ ഹ്യുൻജിൻ ആയിരുന്നില്ല. യൊൻദു വൂൻഹോനെ കണ്ട ദിവസം ഹ്യുൻജിന്റെ യൂണിഫോം ആയിരുന്നു വൂൻഹോ ഇട്ടിരുന്നത്. അപ്പോൾ ഹ്യുൻജിന്റെ നെയിം ടാഗ് അതിലുണ്ടായിരുന്നത് കണ്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത്രയും നാള് വൂൻഹോനെ ഹ്യുൻജിൻ ആണെന്ന് യൊൻദു വിചാരിച്ചിരുന്നത്. ഇതൊന്നും അറിയാണ്ട് ബോറ വൂൻഹോ ആയിട്ട് പ്രണയത്തിലായല്ലോ. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ബോറയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായി. ബോറ യൊൻദുവിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ യൊൻദുവിന്റെ മേലുള്ള ആ ഒരു സർജറിയുടെ പാട് കാണുമ്പോൾ ബോറയ്ക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞ് വന്ന ആൾക്ക് ഇത്ര വലിയൊരു ഷോക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ബോറ യൊൻദുവിനോട് ഒന്നും പറയുന്നില്ല. വൂൻഹോനെ കുറിച്ച് ബോറ യൊൻദുവിന് അയച്ച മെയില് യൊൻദു കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ആ മെയില് ബോറ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. വീക്കെൻഡിൽ പോവാനായിട്ട് ബോറയും വൂൻഹോയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന മൂവിക്ക് ബോറയ്ക്ക് പകരം യൊൻദുവിനെ ബോറ പറഞ്ഞു വിടുന്നുണ്ട്. ബോറേനെ കാണാതായപ്പോ എന്തു പറ്റിയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പേജറിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വൂൻഹോ ഒരു മെസ്സേജ് ബോറയ്ക്ക് പാസ് ചെയ്തിടുന്നുണ്ട്. മൂവി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് യൊൻദു കുറെ വിശേഷങ്ങൾ അന്നത്തെ പറയുന്നുണ്ട്. വൂൻഹോനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട്. ബോറയ്ക്ക് എപ്പോഴും എന്താ പറയണ്ടേന്ന് അറിയാത്തൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അന്നത്തെ ദിവസം രാത്രി യൊൻദു ഉറങ്ങിയതിനു ശേഷം ബോറയും വൂൻഹോവും നേരിട്ട് കാണുന്നുണ്ട്. അവിടെ വെച്ച് ബോറ വൂൻഹോനോട് അവൾക്ക് ബ്രേക്കപ്പ് ആവണം, അവൾക്ക് ശരിക്കും ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ തോന്നലായിരുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ആവണം എന്ന് പറയുന്നുണ്ട്. വൂൻഹോന് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവനൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു അത്. ഇങ്ങനൊരു കാര്യം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആരായാലും ഞെട്ടിപ്പോവല്ലോ. ബോറ ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. വൂൻഹോ തിരിച്ച് നടന്നു പോകുമ്പോൾ അവൻ ബോറയ്ക്ക് കൊടുക്കാനായിട്ട് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്ന ലെറ്റർ അവൻ അവിടെ റോഡിൽ കളഞ്ഞിട്ട് പോവാണ്. സ്കൂളിൽ വെച്ച് കാണുന്നതിന് മുന്നേ തന്നെ വൂൻഹോ ബോറേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ടേ അവന് ബോറേനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവന് ചിരിക്കാനായിട്ട് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബോറയുടെ ഒപ്പം അവൻ എപ്പോഴും ഒരുപാട് ഹാപ്പി ആയിരുന്നു. സ്കൂളിലെ ബ്രോഡ്കാസ്റ്റിംഗ് അസൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സ്യോളിലേക്ക് പോവേണ്ടതായിട്ടുണ്ടായിരുന്നു. വൂൻഹോയും ഹ്യുൻജിനും ബോറയും യൊൻദുവും അവര് 4 പേരും കൂടിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും കൂടി സ്യോൾ ലാൻഡിലേക്ക് പോയി. അതൊരു അഡ്വെഞ്ചർ റൈഡ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ബോറയാണെങ്കിൽ യൊൻദുവിന് ഹാർട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡുകളിലൊന്നും കയറാണ്ട് അവിടുന്ന് എല്ലാം ഒഴിവായിട്ട് ചെറിയ ചെറിയ റൈഡുകളുടെ അടുത്തേക്ക് മാത്രമേ എല്ലാവരെയും കൊണ്ടുപോയിരുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് ബോറയ്ക്ക് റോളർ കോസ്റ്റർ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാവുന്ന യൊൻദു അവളെ നിർബന്ധിച്ച് റോളർ കോസ്റ്ററിൽ കയറ്റി വിടുന്നുണ്ട്. വൂൻഹോയ്ക്കും യൊൻദുവിനും ഒറ്റയ്ക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹ്യുൻജിനെയും കൂട്ടിയിട്ടാണ് റോളർ കോസ്റ്ററിലേക്ക് പോകുന്നത്. യൊൻദുവിന് കമ്പനിക്ക് വൂൻഹോനെ അവിടെ നിർത്തിയിട്ടാണ് ഇവർ പോകുന്നത്. റോളർ കോസ്റ്റർ എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ വൂൻഹോ അങ്ങോട്ട് വന്നിട്ട് ഹ്യുൻജിനെ യൊൻദുവിന്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് ബോറയുടെ കൂടെ റോളർ കോസ്റ്ററിൽ വൂൻഹോ ആണ് പോണത്. ഹ്യുൻജിൻ തിരിച്ചു വന്ന് യൊൻദുവിനോട് സംസാരിക്കുമ്പോൾ ബോറയും വൂൻഹോയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് യൊൻദു ഇതൊക്കെ അറിയുന്നത്. അത് യൊൻദുവിനും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. റോളർ കോസ്റ്റർ റൈഡിന് ശേഷം വൂൻഹോ ബോറേനോട് അവൻ ന്യൂസിലാൻഡിലേക്ക് തിരിച്ചു പോവാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ബോറ പ്രത്യേകിച്ച് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാണ്ട് അത് കേട്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ വൂൻഹോന് ഒരുപാട് വിഷമായിട്ടുണ്ടായിരുന്നു. യൊൻദു ആണെങ്കിൽ ബോറ ഇക്കാര്യങ്ങളെല്ലാം അവളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചതിന് യൊൻദുവിന് ഒരുപാട് വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ബോറേനോട് പറഞ്ഞിട്ട് അവര് തമ്മിൽ ഒരു വിഷയം ഉണ്ടാവുകയാണ്.
എന്തോ അവിടെ വന്ന് മെയില് വെറുതെ ഒന്ന് എടുത്തു നോക്കിയപ്പോ അതിൽ ട്രാഷില് ബോറ അന്ന് ഡിലീറ്റ് ചെയ്ത മെയില് കാണുന്നുണ്ട്. അതിലെ എല്ലാ കാര്യങ്ങളും വൂൻഹോനെ കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ ആ മെയിൽ അയച്ചിരുന്നത്. അത് കാണുമ്പോൾ യൊൻതുവിന്റെ ദേഷ്യം എല്ലാം ഒന്ന് അടങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം സ്കൂളിൽ വെച്ചിട്ട് യൊൻതു എല്ലാ കാര്യങ്ങളും വൂൻഹോനോട് പറയുന്നുണ്ട്. അടുത്ത ദിവസമാണ് വൂൻഹോ ന്യൂസിലൻഡിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം രാത്രി പോകുന്നതിന് മുന്നേ ബോറേനെ ഒന്നുകൂടി കാണാനായിട്ട് വൂൻഹോ അവളുടെ വീടിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ബോറയുടെ അനിയന് ആക്സിഡന്റ് ആയിട്ട് അവരെല്ലാവരും ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വൂൻഹോന് ബോറേനെ കാണാൻ സാധിക്കുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ വെച്ചിട്ട് യൊൻതു കാര്യങ്ങളൊക്കെ ബോറേനോട് ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് വൂൻഹോ പോണേന് മുന്നേ കാണാനായിട്ട് ബോറേനെ പറഞ്ഞു വിടുന്നുണ്ട്. ഹ്യുൻജിൻ ബോറേനെ കൊണ്ടുവന്നാക്കുന്നത് കൊണ്ട് തന്നെ ട്രെയിൻ പോണേന് മുന്നേ തന്നെ ബോറയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താനും വൂൻഹോനെ കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് അവർ വീണ്ടും ഒന്നിച്ചു. പക്ഷെ അപ്പൊ തന്നെ അവർക്ക് പിരിയേണ്ടി വന്നു. ഏറെ വിഷമത്തോടെ ആണെങ്കിലും ബോറ വൂൻഹോനെ യാത്രയാക്കി. പിന്നീട് അവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം മെയിലുകൾ ത്രൂ ആയിരുന്നു. ബോറയും ഹ്യുൻജുനും യന്തുവും വളരെ അടുത്ത ഫ്രണ്ട്സായി. അങ്ങനെ 1999 അവിടെ അവസാനിച്ചു. വൂൻഹോ തിരിച്ച് കൊറിയയിൽ തന്നെ വന്നിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസ്റ്റും അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കോളേജ് പഠിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ബോറയ്ക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വൂൻഹോയ്ക്ക് മെയിൽ അയച്ചിരുന്നെങ്കിലും അവിടുന്ന് അവന്റെ റെസ്പോൺസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നു. ബോറ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല വൂൻഹോനെ. ബോറ ഒരുപാട് നാൾ കാത്തിരുന്നു. ബോറ കോളേജിൽ ജോയിൻ ചെയ്തു. എന്തെങ്കിലും വൂൻഹോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ക്യാമറ ഒക്കെ കാണുമ്പോൾ അവൾക്ക് വൂൻഹോനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ആ ഓർമ്മകൾ അങ്ങനെ ഇല്ലാതായി പോയി എന്നാണ് ബോറ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ബോറയ്ക്ക് അവളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല വൂൻഹോ. പ്രസന്റിലേക്ക് വരുമ്പോൾ ബോറ വീട്ടിലെത്തി ആ പാഴ്സലും ഇൻവിറ്റേഷനും ഒക്കെ കണ്ടിരിക്കുകയാണ്. ആ കാസറ്റ് വൂൻഹോയിലേക്കുള്ള ഒരു കണക്ഷൻ ആണല്ലോ. ചെറുതായിട്ടെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? അവൾ ആ ഇൻവിറ്റേഷനിൽ ഉണ്ടായിരുന്ന ആർട്ട് എക്സിബിഷന് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് ബോറ അറിയുന്നത് അത് വൂൻഹോയുടെ അനിയൻ ജോസഫ് ആണ് അങ്ങനെ ഒരു ആർട്ട് എക്സിബിഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് വൂൻഹോന്റെ ഓർമ്മയ്ക്കായിട്ട്. ഇത്ര നാളും ബോറയ്ക്ക് വൂൻഹോന്റെ മറുപടി ഒന്നും കിട്ടാതിരുന്നത് വൂൻഹോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. വൂൻഹോ മരിച്ച് 15 വർഷത്തിന് ശേഷമാണ് അനിയൻ ജോസഫിന് ആ ഒരു കാസറ്റ് ലഭിക്കുന്നത്. അതിനെന്തോ ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ടെന്ന് അവന് മനസ്സിലായതുകൊണ്ടാണ് അവനത് അയക്കാൻ തീരുമാനിച്ചതും ഇങ്ങനൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തതും. ജോസഫ് കുട്ടിയായിരുന്നപ്പോ അവന് ബോറയോട് കുറച്ച് ദേഷ്യമായിരുന്നു. വൂൻഹോ ബോറ കാരണം കൊറിയയിലേക്ക് തിരിച്ചു വരുമല്ലോ എന്നുള്ള ഒരു കാരണം കൊണ്ടായിരുന്നു ആ ഒരു ദേഷ്യം. പക്ഷെ ഇപ്പോ ജോസഫിന് അറിയാം വൂൻഹോ എത്രത്തോളം ബോറയെ സ്നേഹിച്ചിരുന്നു എന്ന്. വൂൻഹോന്റെ ഈ ചെറിയ ജീവിതത്തില് അവന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് എല്ലാം ബോറയുടെ കൂടെയായിരുന്നു. അതിനെല്ലാം ബോറയോട് നന്ദി പറഞ്ഞിട്ടാണ് ജോസഫ് അവിടുന്ന് പോകുന്നത്. ബോറ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അതിലെ കാസറ്റ് ഒന്ന് എടുത്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് പലപ്പോഴായിട്ട് വൂൻഹോ ബോറയുടെ എടുത്ത വീഡിയോസും പല പല സ്കൂളിലെ മൊമെന്റ്സ് എല്ലാം കൂടി യോജിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. 2000 ന്യൂ ഇയറിന് ജോസഫിനെ കൊണ്ട് ബോറേനെ ന്യൂ ഇയർ വിഷ് ചെയ്യിപ്പിക്കുന്നതും കുറച്ചുകൂടി കാത്തിരുന്നാൽ മതി ഞാൻ വേഗം വരാമെന്ന് ബോറേനോട് പറയുന്നതും ബോറേനെ എത്രയെത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാം പറയുന്നതായിരുന്നു ആ വീഡിയോ. പക്ഷെ ആ വീഡിയോ നേരിട്ട് ബോറയ്ക്ക് കൊടുക്കാനായിട്ട് വൂൻഹോന് സാധിച്ചില്ല.